നമസ്കാരം. ജയൻ ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജോസ് ആലുക്കാസ് രണാങ്കണത്തിന്റെ വേറിട്ട മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഈ വൈജ്ഞാനിക യുദ്ധത്തിലേക്ക് നമുക്ക് നമ്മുടെ ജൂറി അംഗങ്ങളെ സ്വാഗതം ചെയ്യാം. ശ്രീ ബാബു ഭരദ്വാജ്, നമസ്കാരം. ശ്രീ ആർ എസ് പ്രദീപ്, നമസ്കാരം. ഇനി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അറിവിന്റെ ശക്തമായ പോരാട്ടത്തിലേക്ക് ഈ പോരാട്ടം നയിക്കുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപിനെ. അറിവിന്റെ ധർമ്മയുദ്ധം. മലയാള ഭാഷ ഉണരുന്നതിന് മുൻപ് തേനിന് മധുരമുണ്ടായിരുന്നു. മലയാള ഭാഷ ശക്തമായി തന്ത്രികൾ മീട്ടുന്നതിന് മുൻപ് കുയിലുകൾ, കോകിലങ്ങൾ കൂകിയിട്ടുണ്ടോ? മലയാള ഭാഷ പടർന്നു വ്യാപിക്കുന്നതിന് മുൻപ് പൂക്കൾക്ക് സുഗന്ധമുണ്ടായിരുന്നു. വിശ്വചൈതന്യ ദീപ്തിയുടെ പ്രതീകമായ മലയാള ഭാഷയെ ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മലയാളിയുടെ വൈജ്ഞാനിക മനസ്സിലെ ഈ അക്ഷരരഥയാത്ര. ജോസ് ആലുക്കാസ് രണാങ്കണം. അരുൺലാൽ കൊല്ലത്ത് നിന്നെത്തിയിരിക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥി, ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി. അരുൺലാലിന് കടന്നു വരാം, മത്സരിക്കാം രണാങ്കണത്തിൽ. അരുൺ എന്ത് ചെയ്യുന്നു? ഒരു BPO ഫേമിൽ വർക്ക് ചെയ്യുന്നു. BPO ഫേമിൽ വർക്ക് ചെയ്യുന്നു. ശരി, എവിടെയാ പഠിച്ചതൊക്കെ? എന്റെ സ്ഥലം പോരുവഴിയാണ്, കൊല്ലം ജില്ലയിൽ പോരുവഴിയാണ്. പഠിച്ചത് പോരുവഴി, ശാസ്താംകോട്ട DB കോളേജിലാണ്. അതെ. എന്തായിരുന്നു വിഷയം? കൊമേഴ്സ് ആയിരുന്നു. കോമേഴ്സ് ആയിരുന്നു. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, സഹോദരി. ആരാ കൂടെ വന്നിട്ടുള്ളത്? കൂടെ സുഹൃത്തുണ്ട്. പേരെന്താണ്? രതീഷ്. രതീഷ്, നമസ്കാരം. നമസ്കാരം. അപ്പോ അരുൺലാൽ, അതെ, വിഖ്യാതനായ ക്രിക്കറ്റ് താരം അരുൺലാൽ അല്ലല്ലോ താങ്കൾ, അല്ലേ? ഒരിക്കലല്ല. ഈ ഗെയിം ഇഷ്ടമാണ്? തീർച്ചയായിട്ടും. നമുക്ക് മുന്നോട്ട് പോയാലോ? തീർച്ചയായിട്ടും. കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ നിന്നാണ് അരുൺലാൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അരുൺലാലുമൊത്തുള്ള ഈ യാത്ര ആദ്യ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. ശംഖുലി. ശരിയായിരുന്നു. ശംഖുലിയിൽ ആദ്യ വാചകം എന്ത് വിഷയത്തെക്കുറിച്ച് വേണം? കേരളം. കേരളം. കേരള സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് മാഹി. ശരിയോ തെറ്റ്? തെറ്റ്. തെറ്റ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായി കേരളത്തിനകത്താണെങ്കിലും മയ്യഴി, മാഹി ഏത് സംസ്ഥാനത്തിലാണ്? പോണ്ടിച്ചേരിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം. രണ്ടാമത്തെ വാചകം ഏത് വിഷയത്തെക്കുറിച്ച്? ഹൈന്ദവ പുരാണം. ഹൈന്ദവ പുരാണങ്ങൾ, അല്ലെ? ഏകവ്രതൻ ഏകലവ്യന്റെ മകനായി? അല്ല. അല്ല. ഹിരണ്യധന്വാവ് എന്ന നിഷാദ രാജാവിന്റെ മകനായ ഏകലവ്യൻ. ഏകലവ്യൻ ദ്രോണാചാര്യരെ മനസ്സാ ഗുരുവായി വരിച്ചതും അദ്ദേഹം തിരസ്കരിച്ചതും ഒടുവിൽ പ്രതിമയെ ഗുരുവായി സ്വീകരിച്ചതും പെരുവിരൽ ഗുരുദക്ഷിണയായി നൽകിയതും വരെയുള്ള കഥകൾ നമുക്കറിയാം, അല്ലെ? അതിനുശേഷം ഏകലവ്യൻ ചെന്നുവിട്ടത് ജരാസന്ധ രാജാവിന്റെ സദസ്സിലാണ്. അമ്പെയ്യുവാൻ നിനക്ക് വിരലുകളില്ലെങ്കിലും എന്റെ പോരാളികളെ മുഴുവൻ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്ന ഗുരുനാഥനായി നിനക്ക് മാറാം എന്നായി ജരാസന്ധൻ. പലതവണ ജരാസന്ധനോട് കൃഷ്ണൻ യുദ്ധത്തിൽ ഏർപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഒടുവിൽ ജരാസന്ധന്റെ സൈന്യത്തിൽ വില്ലാളികളുണ്ടായി ഏകലവ്യന്റെ ശിക്ഷണത്തിൽ. കൊട്ടാരത്തിലെ തന്നെ കന്യകയെ വിവാഹം കഴിച്ചു ഏകലവ്യൻ. ആ കന്യകയിൽ ആ സ്ത്രീയിൽ ഏകലവ്യന് ജനിച്ച മകനാണ് ഏകവ്രതൻ. ഏകവ്രതനും ഏകലവ്യനും പിന്നീട് ജരാസന്ധ കൃഷ്ണ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ് ഏകലവ്യന്റെ തുടർചരിത്രം. ഹിരണ്യധന്വാവെന്ന നിഷാദ രാജാവിന് അല്ലെങ്കിൽ കൈവല്യയുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കഥ. ശരി, തെറ്റായ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. മൂന്നാമത്തെ വാചകം ഏത് വിഷയത്തിനെ കുറിച്ച് വേണം? ക്രിക്കറ്റ്. 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 ശരി. 2000-ന് ശേഷം ഓസ്ട്രേലിയയ്ക്ക് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ബി ആണ്. ബി. ഉത്തരം അല്ല എന്നാണെങ്കിലും ഒരു ലൈഫ് ലൈൻ ചോദിക്കാലോ, സുഹൃത്തിനോട് ചോദിക്കാം. തീർച്ചയായും.
രതീഷേ, അല്ല. കേട്ടില്ല. അല്ല. അല്ല. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. വേണമെങ്കിൽ ജൂറിയോടുകൂടി ഒരു ലൈഫ് ലൈൻ സ്വീകരിക്കാം. ജൂറി ലൈഫ് ലൈൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലായിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും. 2000-ന് ശേഷം ഓസ്ട്രേലിയയെ ലോകകപ്പ് ക്രിക്കറ്റ് വിജയത്തിലേക്ക് നയിച്ചത് റിക്കി പോണ്ടിംഗ് മാത്രമാണല്ലേ? തീർച്ചയായിട്ടും. അരുൺലാലിന്റെ സുഹൃത്തും പറഞ്ഞ ഉത്തരം 100% തെറ്റാണ്. വർത്തമാനകാലത്തിൽ നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാർശ്വവീക്ഷണം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രിജുഡിസ്, മുൻവിധി എന്നത്. ഈ മുൻവിധികൾ, മുൻധാരണകൾ പലപ്പോഴും നമ്മളെ അപക്വമായ കൺക്ലൂഷനുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഓസ്ട്രേലിയ 2000-ന് ശേഷം നേടിയ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടങ്ങൾ നേടിക്കൊടുത്തത് 2 നായകരാണ്. ഒന്ന് റിക്കി പോണ്ടിംഗ് എന്ന എക്കാലത്തെയും മികച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ. മറ്റൊന്ന് ഓസ്ട്രേലിയയെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടത്തിലേക്ക് നയിച്ചത് നായികയാണ്, ബ്ലെൻഡ ക്ലാർക്ക് എന്ന ഓസ്ട്രേലിയൻ വിമൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ആണുങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ശരി, നമ്മൾ 4-മത്തെ 2 തെറ്റായി പോയി. ക്രൂഷ്യലാണ് അടുത്ത വാചകം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻഡ് നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻഡ് സിറ്റി നിർമ്മിച്ചത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. തെറ്റാണ്. ഇന്ത്യൻ നഗരാസൂത്രണത്തിന്റെ, ഇന്ത്യൻ സിറ്റി പ്ലാനിങ്ങിന്റെ പിതാവായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സിറ്റി ഡിസൈൻ ചെയ്തത്. അല്ല. ബാംഗ്ലൂർ അടക്കമുള്ള ഇന്ത്യയിലെ നഗരങ്ങളുടെ എല്ലാം തന്നെ ഡിസൈൻ, ഇന്ത്യയിലെ റോഡുകളുടെ, ഇന്ത്യയുടെ നഗരങ്ങളുടെ, ഇന്ത്യയുടെ സിറ്റികളുടെ എല്ലാം ഡിസൈൻ നടത്തിയ ഇന്ത്യൻ നഗരാസൂത്രണത്തിന്റെ പിതാവ് ശ്രീ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. അദ്ദേഹമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ ക്യാപിറ്റൽ സിറ്റി ഡിസൈൻ ചെയ്യുന്നത്. അരുൺലാലിന്റെ ഉത്തരം തെറ്റാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല. അരുൺലാലിന്റെ ഉത്തരം ശരിയാണ്. ഫ്രഞ്ചുകാരനായ ലീ കോർബസിയർ എന്ന എഞ്ചിനീയറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സിറ്റിയായ ചണ്ഡിഗർ എന്ന നഗരം ഡിസൈൻ ചെയ്തത്. അത് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയല്ല. ശരി, സന്തോഷമായി. 2ാം റൗണ്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. റെഡി? ജോസ് ആലുക്കാസ് രണാങ്കണം.